السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സജീവ പ്രവർത്തകരെ, ഉസ്താദുമാരെ, മറ്റു പ്രതിനിധികളെ, ഓൺലൈൻ റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മ പ്രദാനം നൽകുമാറാവട്ടെ. നന്മ ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും നൽകുമാറാവട്ടെ. എല്ലാ ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. റബ്ബ് ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. എന്റെ ശബ്ദം ക്ലിയറായി കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്ത് ആ ഉറങ്ങിക്കെടുക്കുന്ന ആളുകളൊക്കെ ഒന്ന് തട്ടി ഉണർത്തി ഒക്കെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. എന്റെ ശബ്ദം കേൾക്കുന്ന ആൾ എല്ലാം കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ശബ്ദം ശ്രവിക്കുന്ന ബയലക്സ് ഉള്ള മുഴുവൻ ശ്രോതാക്കളും അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളെയൊക്കെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയുണ്ട് അവരൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് എത്തിക്കുക. കാരണം നമ്മുടെ ക്ലാസ് റൂം എപ്പോഴും നന്മ വിളമ്പിക്കൊടുക്കുന്ന ഒരു റൂമാണ്. തിന്മ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവാറില്ല. എപ്പോഴും നന്മയാണ് നമ്മൾ മുഖ്യമായി കാണുന്നതും അതാണ് നമുക്ക് ലഭിക്കുന്നതും. അപ്പൊ അതുള്ള ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്ത്, നമ്മളിപ്പോ 2ാം സ്ഥാനത്താണ്, അത് 1ാം സ്ഥാനത്തിലേക്ക് ഇതിനെത്തിക്കണം. അങ്ങനെ എത്തുമ്പോഴേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പുണ്യം ലഭിക്കുകയുള്ളൂ. കാരണം ഒരാൾ നേരെ വന്ന് മുകളിൽ വന്ന് കാണുന്ന റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ റൂമിൽ നന്മയല്ലാത്ത വല്ലതുമാണ് വിളമ്പുന്നതെങ്കിൽ അത് കേൾക്കാൻ കാരണക്കാരനായാൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മളും കൂടി സഹിക്കേണ്ടി വരും. നമ്മളെ റൂം താഴെ ആയതുകൊണ്ടാണ്, നന്മ പറയുന്ന ഒരു റൂം താഴെ ആയിപ്പോയതുകൊണ്ടാണ് മറ്റു റൂമിലേക്ക് ആളുകൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേ സമയത്ത് നമ്മളുടെ റൂം മുകളിലാണെങ്കിൽ ആ മുകളിൽ വന്ന് കയറാതെ മറ്റു റൂമിൽ പോകുന്നത് കൊണ്ട് നമ്മൾ ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഇൻവൈറ്റ് ചെയ്ത് മുകളിലേക്ക് വരിക. കാരണം നമുക്ക് കുറച്ച് ഇൽമുകൾ പഠിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും ഇൻവൈറ്റ് ചെയ്തോ? ഇൻഷാ അല്ലാഹ് കുറെ ആളുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? വരും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മുടെ വീടും പരിസരവും എന്ന ഒരു വിഷയത്തിൽ ഊന്നി അല്പം ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിഷയം വീടും പരിസരവും എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിന്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം സമയം കിട്ടിയാൽ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ജീവികളെക്കുറിച്ചുമൊക്കെ ഒന്ന് നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് എത്തി നോക്കി പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഐശ്വര്യമുള്ള ഒരു വീട് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമ്മുടെ ഉള്ള വീട്ടിൽ റബ്ബ് ഐശ്വര്യം ചൊരിഞ്ഞു നൽകുമാറാവട്ടെ. വീട് സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ കുറേ കാലമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വീടിന് സ്ഥലം നോക്കിയത് മുതൽ, കുറ്റിയടിച്ചത് മുതൽ, തറ കെട്ടിയത് മുതൽ, ഇങ്ങനെ വീടിന്റെ കുടിയിരിക്കൽ കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, അതിലൂന്നിയ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു. വീട്ടിൽ ബർക്കത്തുണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. അതിൽ അപശകുനമായി വീട്ടിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ എന്തൊക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച നടത്തി. ഇതെല്ലാം കഴിഞ്ഞ് റാഹത്തായി നിൽക്കുന്ന നമ്മൾ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം ഒന്ന് ഇറങ്ങി നോക്കണം. നമ്മൾ ഒരുവിധം വീടൊക്കെ ഉണ്ടാക്കി തൽക്കാലം താമസം തുടങ്ങിയതായിരുന്നു. പിന്നീടാണ് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം ഒന്ന് നോക്കണം തോന്നിയത്. അപ്പൊ വീടിന്റെ ചുറ്റുഭാഗത്തേക്കൊന്ന് ഇറങ്ങുകയാണ്. അപ്പൊ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം തന്നെ നമ്മോട് കൽപ്പിച്ച വിഷയമാണ്.
അപ്പൊ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇസ്ലാം അത് വല്ലാതെ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അടിക്കാട്ടുകൾ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു മ്ലേച്ഛ വസ്തുക്കളൊക്കെ വീട്ടിൽ കൂട്ടിയിടുന്നതും, അതേപോലെ തന്നെ എട്ടുകാലി വല, നമ്മൾ മുമ്പ് പറഞ്ഞു എട്ടുകാലി വല ഉണ്ടായാലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ആ എട്ടുകാലി വലയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തുടച്ചു മാറ്റുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊന്നും വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. അതൊന്നും നമ്മുടെ വീട്ടിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എട്ടുകാലി വലയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുടച്ചു മാറ്റി വൃത്തിയാക്കണം. എല്ലാ വലകളും വൃത്തിയാക്കിക്കൊള്ളണം. ഇതൊക്കെ നമുക്ക് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന വിഷയമാണ്. തുർഫഉൽ ബറക്കത്തു മിനൽ ബൈത്തി ഇദാ കാനത്ത് ഫീഹിൽ കുനാസ. വീട്ടിൽ അടിക്കാട്ടുണ്ടായാൽ അതിൽ ബറക്കത്ത് ഉയർത്തപ്പെടുന്നതാണ് എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അപ്പൊ വീട്ടിൽ ബറക്കത്ത് ഉയർന്നു പോകുന്ന ഒരു വിഷയമാണ് വീട്ടിൽ അടിക്കാട്ടുണ്ടാവുക, വീടും വീടിന്റെ ചുറ്റുഭാഗത്തുള്ളത് വൃത്തിയില്ലാത്ത സ്ഥലമാവുക എന്നുള്ളത്. അത്തഹൂറു ഷത്റുൽ ഈമാൻ എന്നുള്ള നമ്മൾ വെച്ചുള്ള അടിച്ചയമാണ്. ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. നമുക്ക് ശുദ്ധി ഉണ്ടായാൽ തന്നെ ഈമാനിന്റെ പകുതി നമുക്ക് ലഭിച്ചു എന്നാ. അത് ആന്തരികമായും ബാഹ്യമായും ഒക്കെ ശുദ്ധി വേണം. അപ്പൊ അതിൽപ്പെട്ട ഒന്നാണ് വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കുക എന്നുള്ളത്. അപ്പൊ അത് ഈമാനൊക്കെ നമ്മൾ മുമ്പ് അതേക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കൂടുതലായി ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. അൻ അബീ ത്വൽഹത റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ. നായയും ഫോട്ടോവും ഉള്ള പറ്റൂലേ? പറ്റുന്ന സാഹചര്യങ്ങളേത്? നമുക്കതിലേക്ക് കടക്കാം. പിന്നെ ഇവിടെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഏത് ഫോട്ടോയാണ്, എങ്ങനെയാണ്, മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പൊ അതും നമ്മളൊന്ന് മനസ്സിലാക്കി ഒന്നും കൂടെ അതൊക്കെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ വീട് എപ്പോഴും ഒരു ബർക്കത്തുള്ള വീടാക്കി മാറ്റാൻ നമ്മളൊക്കെ ശ്രമിക്കുക. ഒരുപാട് പണ്ഡിതന്മാർ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ വീട്ടിന്റെ പരിസരവുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വല്ല പാണിച്ചുകൾ വന്നു പോയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അത് വിരുന്നുകാരെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. വിരുന്നിനാള് വന്നാൽ എന്ത് ചെയ്യണം, വിരുന്നുകാരൻ എന്ത് ചെയ്യണം, അതിരുടെ മര്യാദ എന്ത്, ആതിഥേയന്റെ മര്യാദ ഏത്, ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാണ്. ഇനി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ വീട് നിർമ്മിക്കുമ്പോൾ അതിന്റെ സ്ഥലവും നമ്മൾ പറഞ്ഞു, പരിസരവും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുറ്റവും മറ്റു സൗകര്യവും ഒക്കെ നമ്മൾ ആദ്യം തന്നെ ഒരുക്കി ഉണ്ടാക്കണം. സൂലാത്തുകൾ പറഞ്ഞു, നിങ്ങളുടെ വീടിന്റെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കുക എന്ന്. അപ്പൊ വലിയ മുറ്റമുണ്ട്, പക്ഷെ വൃത്തികേടായിരിക്കുന്ന ഒരു രൂപം ഉണ്ടാവാൻ പാടില്ല. വീട് വലിയ ഒരുപാട് മുറ്റുള്ളത് നല്ലതാണ്, എന്നാൽ അതോടെ കാര്യങ്ങൾ അതിപ്പോ വൃത്തികേടാക്കുമെങ്കിൽ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വീട് മതി, അതിനുള്ള മുറ്റം മതി. കുറഞ്ഞ മുറ്റമേ നമുക്ക് ദിവസവും അടിച്ചു വരാൻ കഴിയുള്ളൂ. എന്നാൽ ചെറിയൊരു മുറ്റം കൊടുക്കുക, മറ്റുള്ള വേറെ എന്തെങ്കിലും രൂപത്തിലാക്കി മാറ്റാം. നമുക്കവിടെ കൃഷി ചെയ്യാം, വാഴ വെക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ കൃഷികൾ, പയറുകൾ, അല്ലെങ്കിൽ അതുപോലെ തക്കാളി, അങ്ങനെ തുടങ്ങി നമുക്ക് എന്താണോ നമുക്ക് വീട് വളപ്പിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ആ കൃഷികളൊക്കെ നമുക്ക് അവിടെ വളർത്താം, അവിടെ കൃഷി ചെയ്യാം. അത് മുറ്റം ആ രൂപത്തിൽ കൃഷിയിടമാക്കി മാറ്റാം. എന്നാൽ അതേസമയത്ത് നമ്മൾ മുറ്റമായി ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ല വൃത്തിയോടുകൂടിയായിരിക്കണം. നല്ല വൃത്തിയുള്ള മുറ്റമായി നമുക്ക് ആവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വല്ലാതെ പറഞ്ഞ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ തന്നെ ചെയ്ത ഒരു പ്രവൃത്തിയാണ് മുറ്റത്തിനെ വൃത്തിയാക്കുക എന്നുള്ളത്. ഒരു ദിവസം ഖൈസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസ് കാണാം. ഒരു ദിവസം ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ചെന്നു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീടിന്റെ ചുറ്റുമതിൽ ഇങ്ങനെ പടവ് ചെയ്യുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് എന്ന് ഹദീസിൽ കാണാം. അപ്പൊ ചുറ്റുമതിൽ ഇങ്ങനെ നിർമ്മിച്ച് ശരിയാക്കി അതൊക്കെ തുടച്ച് വൃത്തിയാക്കി നല്ല രൂപങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചെയ്ത നല്ലൊരു പ്രവൃത്തിയാണ് വീടിന്റെ ചുറ്റുഭാഗം പറമ്പുകളൊക്കെ നന്നാക്കുക, അതുപോലെ അതിന്റെ മതിൽക്കെട്ടുകളൊക്കെ ശരിയാക്കുക എന്നുള്ളത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം ഒന്ന് നല്ല ഓണിൽ നന്നാക്കുക എന്നുള്ളതാണ്
റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗം വല്ല മിഴച്ചുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല വൃത്തിയുള്ള വീടും പരിസരമൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. അതേപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഒരുക്കേണ്ട ഒരു വിഷയമാണ് വിസർജന സ്ഥലം. മലമൂത്ര വിസർജന സ്ഥലം നമ്മൾ വീട്ടിൽ ഒരുക്കിയിരിക്കണം. പഴയ കാലത്തൊക്കെ ആളുകൾക്കറിയാം, വയസ്സായ പ്രായമുള്ള ആളുകൾക്കറിയാം, പണ്ടൊന്നും വീട്ടിൽ ബാത്റൂം ഉണ്ടാവുകയില്ല. പിന്നെ എന്താ ചെയ്യാ, നമ്മൾ എല്ലാവരും കൂടി ഒറ്റ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പുറത്തുള്ള മറക്കിയിരിക്കുക എന്നാണ് അന്ന് പറയുക. അത് വീടിന്റെ വെളിയിലുള്ള വിശാലമായ പറമ്പുകളായിരിക്കും. അന്ന് ഒരു പറമ്പിൽ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കുറെ സ്ഥലം കഴിഞ്ഞിട്ടാണ് മറ്റൊരു വീടുണ്ടാകുന്നത്. അപ്പൊ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ ആ സ്ഥലങ്ങളിൽ പോയി ഏതെങ്കിലും കുറ്റിച്ചെടിയുടെയോ അല്ലെങ്കിൽ മരത്തിന്റെയോ പിന്നിൽ പോയി കാഷ്ടിച്ച് അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് ഒക്കെ വൃത്തിയാക്കി പോരുന്ന ഒരു സ്വഭാവമായിരുന്നു പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അത് നേരെ ഓപ്പോസിറ്റായി മാറി. ഇന്ന് സാധാരണ ചെയ്യുന്നത്, അന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷിച്ച് പല സ്ഥലത്ത് പോയിട്ട് വിസർജിക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാവരും ഭക്ഷിക്കുന്നത് പല പല പ്ലേറ്റുകളിലാണ്. ഒരു പ്ലേറ്റിൽ വെച്ചല്ല, പല പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് എല്ലാവരും കൂടി പോയി ഒറ്റ പ്ലേറ്റിൽ പോയി കാഷ്ടിക്കുന്ന സ്വഭാവം. അത് തന്നെ പഴയ കാലത്ത് നമ്മുടെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി വീട്ടിന്റെ വെളിയിലേക്ക് ഓടിപ്പോകുന്ന ഒരു സ്വഭാവമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വീട്ടിന്റെ വെളിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ആള്, അദ്ദേഹം വീട്ടിന്റെ വെളിയിൽ ജോലി ചെയ്യുന്ന ആള് തന്നെ ഓടിക്കൊണ്ട് വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഓടിപ്പോവുകയാണ്. കാരണം ഇന്ന് വിസർജന സ്ഥലം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാണ്, വീട്ടിന്റെ അകത്താണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ നേരെ ഓപ്പോസിറ്റ്, പണ്ടത്തെ നേരെ ഓപ്പോസിറ്റ്. ഇന്ന് പുറത്തുള്ള ആളുകൾ ഉള്ളിലേക്ക് വലിഞ്ഞു വരുന്ന വിഷയം. ഒരാൾ പറഞ്ഞു, ഇന്നൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നമ്മുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. അന്ന് സ്നേഹമുണ്ടായിരുന്നു, ഇന്ന് സ്നേഹം നമ്മളിലില്ല. അന്ന് എല്ലാവരും കൂടി ഒരു ഭക്ഷണം കഴിക്കുന്ന കാരണം കൊണ്ട് വലിയ സ്നേഹമുണ്ടായിരുന്നു പരസ്പരം. ഇന്ന് ആ സ്നേഹമില്ല. എല്ലാവരും ഒറ്റ അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അന്ന് കൂട്ടുകുടുംബ സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അണുകുടുംബത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വീട് കിട്ടി അത് റെഡിയാക്കിയിട്ടാണ് ചില ആളുകൾ കല്യാണം കഴിക്കുന്നത്. ചില ആളുകൾ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു. അല്ലെങ്കിൽ ചില ആളുകൾ സ്വന്തം കല്യാണം കഴിച്ചു അതിന്റെ നേരെ താഴെയുള്ള ഒരാൾ കല്യാണം കഴിക്കാനോ ഉണ്ടാക്കി മറ്റിലേക്ക് മാറുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പിന്നിലുണ്ട്. ഏതായിരുന്നാലും ഇന്നെല്ലാവരും സ്വന്തമായി താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കൂട്ടുകുടുംബ സംവിധാനത്തിനെ ഇന്നെല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അതാണ് ഒരു വീട്ടിൽ വിസർജിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. വീട്ടിലെന്ന് പറഞ്ഞാൽ വീട്ടിന് ഉള്ളിൽ വേണമെന്നല്ല, വീട്ടിന്റെ ചുറ്റുഭാഗത്തായിട്ട് നമ്മുടെ പറമ്പിൽ നമ്മുടേതായിട്ട് ഒരു വിസർജ്യ വസ്തു അല്ല അതിനുള്ള റൂം, ഒരു ബാത്റൂം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അത് വീടുണ്ടാക്കുന്ന ആളുകൾ ചെയ്യണം. അത് റസൂലുള്ളാഹിയുടെ കാലത്തുമുള്ളതാണ്. ഐഷാബി റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം. ഐഷാബി പറഞ്ഞിട്ടുണ്ട്, ഞാനും അതുപോലെ ഉമ്മു മിസ്താഹും ഞങ്ങൾ രണ്ടുപേരും വിസർജനത്തിന് വേണ്ടി ഇങ്ങനെ പുറപ്പെടാറായിരുന്നു. വീട്ടിൽ നിന്ന് ദൂരെയുള്ള വിസർജ്യ സ്ഥലത്തേക്ക് പോവാറായിരുന്നു പതിവ്. രാത്രി മാത്രമേ ഞങ്ങൾ അവിടേക്ക് പോകാറുണ്ടായിരുന്നുള്ളൂ. കാരണം പകൽ പോയാൽ ആളുകൾ കാണും. അത് കാണാതിരിക്കാൻ വേണ്ടി അല്പം ഇരുട്ടിയത് ശേഷമായിരുന്നു ഞങ്ങൾ വിസർജ്യ സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങളുടെ വീടിന് സമീപം തന്നെ വിസർജ്യത്തിനുള്ള സൗകര്യം ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരുന്നു. അപ്പൊ നമുക്കും വീടിന് ചുറ്റുഭാഗത്തോ അല്ല വീടിനോട് ചേർന്നുകൊണ്ടോ ഒരു വിസർജ്യ സ്ഥലം, ഒരു ബാത്റൂം ഉണ്ടാക്കാം. ഇസ്ലാമിൽ അത് തെളിവുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചുറ്റുഭാഗത്ത് ചെയ്യേണ്ട ഒരു വിഷയമാണത്. മലമൂത്ര വിസർജ്യത്തിന് പ്രത്യേക സൗകര്യമൊരുക്കൽ അനിവാര്യമാണ്. ഇമാം ഗസാലി റളിയല്ലാഹു തആല തന്നെ ഇഹ്യയിൽ 3-ാം വാള്യം 246-ാമത്തെ പേജിലൊക്കെ പറയുന്നുണ്ട്. വിസർജനത്തിന് വേണ്ടി പ്രത്യേകമായ സൗകര്യം ഒരുക്കി വെക്കൽ അത് നല്ലതാണ്, അത് അനിവാര്യമാണ് എന്ന് മഹാനവറുകൾ അവിടെ പറയുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ ആ ഒരുക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് കുളിപ്പുര ഉണ്ടാക്കുക എന്നുള്ളത്. വീടിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ കുളിക്കാനുള്ള ഒരു വീടുണ്ടാക്കിയെടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്യവിശ്വാസി പ്രവേശിക്കുന്ന കുളിപ്പര എത്ര മെച്ചപ്പെട്ട സ്ഥലമാണ്. അവനവിടെ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് അവൻ സ്വർഗത്തിനെ ചോദിക്കുന്നുണ്ട്, നരകത്തെ തൊട്ട് അഭയം തൊടുകയും ചെയ്യുന്നു. അത് ഏറ്റവും നല്ല സ്ഥലമാണ് കുളിക്കാൻ വേണ്ടിയുള്ള സ്ഥലം കുളിപ്പര ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ കയറി ചെല്ലുന്ന സമയത്തും ഇറങ്ങി വരുന്ന സമയത്തും ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ഒരുപാട് ദിക്റുകൾ
ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ചെല്ലാനുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ ചെല്ലാനുണ്ട്. ഇതൊക്കെ ചെല്ലുന്ന രീതിയും കൂടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ഒരുപാട് നല്ല ഒരു ഉപകാരമായി കിട്ടും. ഇതുകൊണ്ടൊക്കെ നമ്മൾ റസൂലുള്ളാഹിയുടെ സുന്നത്താണ് ഇപ്പോഴൊക്കെ നമ്മൾ ഉദ്ദേശിക്കേണ്ടതെന്നാണ്. നബിസ്വലാസങ്ങൾ പറഞ്ഞു, വീട്ടിൽ കുളിപ്പരുണ്ടെങ്കിൽ പിന്നെ ആരും ഞങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യാൻ പാടില്ല, പൊതുവായി ആളുകൾ കുളിക്കുന്ന കുളിപ്പരയിലേക്ക് പറഞ്ഞേക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ നാട്ടുമ്പുറത്തുള്ള ഞങ്ങളെ നാടൊക്കെ ഇതുപോലത്തെ നാട്ടുമ്പുറത്തെ ആളുകൾക്കൊക്കെ തോടുണ്ടാവും, പുഴയുണ്ടാവും, അതുപോലത്തെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ചോല പോലത്തെ ഒക്കെ ഉണ്ടാവും. ചിലപ്പം പലതും ഉണ്ടാവും നമ്മുടെ വീടിന് ചുറ്റുഭാഗത്ത്. എന്നാൽ നമുക്ക് മാത്രമായിട്ടല്ലാത്തൊരു സ്ഥലമാണ് അതെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കലാണ് നല്ലതെന്ന്. വീട്ടിൽ സൗകര്യമുണ്ടെങ്കിൽ പിന്നെ അതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ഒന്നും പോകാൻ പാടില്ല, അത് പോവാതിരിക്കലാണ് ഖൈർ. കാരണം പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗീബത്ത് പറയുന്നതും അതുപോലെ തന്നെ അങ്ങോട്ടും കള്ളം പറയുന്നതും എല്ലാ പ്രശ്നത്തിനും തുടക്കം ഒരുപക്ഷെ കിണറ്റിൻ കരയിലോ അല്ലെങ്കിൽ തോട്ടിലും പുഴയിലൊക്കെ ആയിരിക്കും. സ്ത്രീകൾ പലപ്പോഴും കണ്ടുമുട്ടുന്ന സ്ഥലങ്ങൾ അതാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് കണ്ടുമുട്ടാൻ സമയമില്ല, പിന്നെ കണ്ടുമുട്ടുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. കാരണം ഇന്ന് മിക്ക സമയത്തും നമ്മൾ 10 മണി കഴിഞ്ഞാൽ ഒരു 9 മണി 10 മണി ആകുമ്പോഴേക്ക് പിന്നെ 10 മണിയാകുമ്പോഴേക്ക് ഭക്ഷണങ്ങളൊക്കെ എല്ലാ വീട്ടിലും റെഡിയാണ്. നിങ്ങളൊക്കെ നിങ്ങളെ വീട്ടുകാരെ വിളിച്ചു ചോദിച്ചാൽ, നാട്ടിലുള്ള ആളുകളോട് വിളിച്ചു ചോദിക്കുക, ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയായോ, രാത്രിയത്തെ ആയോ ചോദിച്ചു നോക്കണ്ടി. എല്ലാ ആളുകളുടെ വീട്ടില് 10 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം എല്ലാം റെഡിയാണ്. അത് ഏതൊക്കെ ഉണ്ടാകും? രാവിലത്തെ ഭക്ഷണം ഉണ്ടാകും, അതേപോലെ ഉച്ചക്കത്തതുണ്ടാവും, രാത്രി ഉണ്ടാവും, എല്ലാം റെഡിയാക്കി പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടി അങ്ങനെ ചെയ്യുന്നതെന്നറിയോ? ഈ 10 മണിയാകുമ്പോഴേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിയും മറ്റു വിഷയങ്ങളിലും കഴിഞ്ഞ് 12 മണി 1 മണി 2 മണി എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിന്നെ ലോറും അസറും അവരും ഇശാലും കൂടി ജമ്മാക്കി മുൻകൂട്ടി ജമ്മാക്കി ഒക്കെ നിസ്കരിക്കുന്നവർ അതെല്ലാം കൂടി ഒന്നിച്ച് കഴിഞ്ഞ് അതെന്തെല്ലാം സംവിധാനങ്ങൾ സ്ത്രീകൾ കണ്ടുപിടിച്ചെന്നറിയാം. ഇതൊക്കെ നിസ്കാരം കഴിഞ്ഞ് മെല്ലെ തസ്ബീഹ് മാലയും കയ്യിലെടുത്ത് മെല്ലെ ഡാൻ ഹാളിൽ പോയിട്ട് അവിടെ ഇരിക്കും. കാരണം അവിടെയാണ് മറ്റവളെ പെട്ടി ഉണ്ടാവുക. ആ പെട്ടിന്റെ മുമ്പിൽ തസ്ബീഹ് മാല കയ്യിൽ വെച്ച റിമോട്ടെ അതിങ്ങനെ കയ്യിൽ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുന്ന സംവിധാനമാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. നമ്മൾ കണ്ടുവരുന്ന വിഷയമാണ് ഇത് റിമോട്ട് ഞെക്കിക്കൊണ്ടങ്ങനെ ഇരിക്കും. പിന്നെ അവർ എണീറ്റ് പോകുന്നില്ല. ഞാൻ ഓർക്കുന്നു നമ്മുടെ ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഇടയ്ക്ക് സീരിയലുകൾക്കിടയിൽ ഒരു പരസ്യം വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ വീട്ടിലൊരു പച്ചത്തണ്ണി പോലും എനിക്ക് എന്റെ ഭാര്യ തരില്ലായിരുന്നു. കാരണം ആ സീരിയലിലെ പരസ്യം വരുന്ന വലിയൊരു അനുഗ്രഹമാണെന്ന്. അതിനൊക്കെ ഒരാൾ പറഞ്ഞു, ഒരു ദിവസം ഇതിന് മുമ്പ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പൊരു സംഭവമാണ്, ഇന്നത്തെ അറിയില്ല. അന്ന് ഒരു സിനിമ ഒരു ഓണ സമയത്ത് ഒരു സിനിമ തുടങ്ങിയിട്ട് ആകെ 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഉള്ള ഒരു സിനിമ രാവിലെ മുതൽ ഓടിയിട്ട് വൈകുന്നേര സമയം വരെ, അഥവാ 12 മണിക്കൂർ 8 മണിക്കൂറോ 10 മണിക്കൂർ സമയം അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് അതേ രൂപത്തിൽ എനിക്ക് അറിയില്ല, 8, 10, 12 ഏതൊരു മണിക്കൂർ പറഞ്ഞു. അത്രയും സമയം, ഏതായാലും 8 മണിക്കൂറിലധികം ഒരു സിനിമ ഓടിച്ചിരുന്നു. ഓരോ സിനിമ 10 മിനിറ്റ് സിനിമ ഓടും, അരമണിക്കൂർ പരസ്യം. അപ്പൊ ഇത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേര സമയം വരെ അവരിങ്ങനെ കുത്തിരിപ്പ് സമരം തുടങ്ങിയിരുന്നു. ഇരുന്നു കൊണ്ട് സിനിമ കണ്ടിരുന്നു, അങ്ങനത്തെ സമയമുണ്ടായിരുന്നു. ഇതിനു വേണ്ടി മാത്രമേ ദിവസം ഫുള്ളായിട്ട് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഒരു ഓണ ദിവസമോ അങ്ങനത്തെ ദിവസങ്ങളിൽ സമയം മൊത്തം ഒരു ദിവസം ഫുള്ള് അതിന്റെ ചുവട്ടിലിരിക്കുന്ന ആളുകൾ. അപ്പൊ ഇത്രയും സ്ത്രീകൾ അരമണിക്കൂർ കാണുന്നത് പരസ്യങ്ങളാണ്. ഈ പരസ്യം രംഗപ്രവേശം തുടങ്ങിയോടുകൂടിയാണ് ഇന്ന് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പരസ്യങ്ങളാണ്. നമ്മൾ എന്ത് തയ്ക്കണം, എന്ത് കഴിക്കണം, എന്ത് വാങ്ങണം, എന്തെല്ലാം ഉപയോഗിക്കണം എന്നൊക്കെ പരസ്യ കമ്പനിക്കാരെ തീരുമാനിക്കുന്നത്, നമ്മളല്ല. കാരണം നമ്മുടെ സഹോദരിമാരിത് കണ്ടുകൊണ്ടിരിക്കുക, കണ്ട് അവരതിൽ അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു മാർഗമൊന്നുമില്ല, അവർക്ക് അത് തന്നെ കിട്ടണം. ഇന്ന് ഷോപ്പിംഗ് കൂടുതൽ സഹോദരിമാരുണ്ടാവാനുള്ള കാരണം അതാണ്. കാരണം അവർ കണ്ട വസ്തുക്കൾ തന്നെ അവർക്ക് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഇറങ്ങുന്നത്. അത് മറ്റുള്ള ആളുകൾ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അവർക്ക് നോക്കി തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. ഏതോ ആവട്ടെ. അപ്പൊ ഈ രൂപയ്ക്ക് വീട്ടിന്റെ 10 ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ് അവര് കിടന്നുറങ്ങുന്ന സംവിധാനം ഈ ആളുകൾക്ക് പിന്നെ ആകെ കൂടി കിട്ടുന്നത് ഈ കുളിക്കാൻ പോകുന്ന സമയത്തായിരിക്കും. ഈ കുളിക്കാൻ പോകുന്ന ഈ ഒരു സമയത്താണ് പിന്നെ സഹോദരിമാര് പരസ്പരം കണ്ടുമുട്ടാനുള്ള സമയം കിട്ടും. ഈ വാർത്തകൾ വായിക്കുന്ന സമയം എല്ലാവരും ഒരുമിച്ചുകൂടി കിണറ്റിൻ കരയിലോ അല്ലെങ്കിൽ കുളത്തിന്റെ കടവിലോ അല്ലെങ്കിൽ ചോലകൾ ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ പുഴയോ തോടുകളോ എവിടെയോ നോക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ചുറ്റുഭാഗത്തുള്ള എല്ലാ സഹോദരിമാരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. രഹസ്യമായിട്ടാ പറയുന്നത്. രഹസ്യമായിട്ട് പറഞ്ഞാലും അത് പരസ്യമായി വരികയാണ്.
പണ്ടൊരു ചരിത്രം, ഒരു പഴയ കാലത്ത് ഞാൻ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. ഒരു ഉസ്താദ് പറഞ്ഞ സംഭവം, ഒരു വാഴ്ന്ന് പറയുന്ന ഒരു ഉസ്താദ് ചെറുപ്പത്തിൽ പറഞ്ഞു, വീണ്ടും അത് കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് പറഞ്ഞു ഇന്നും ഞാൻ ഓർക്കുന്നു. അതോ ഒരാൾ കല്യാണം കഴിച്ച്, ഒരു കല്യാണം കഴിച്ച സമയത്ത് ഈ പെണ്ണ് അദ്ദേഹത്തിനറിയാം സഹോദരിമാർക്ക് കൂടുതൽ രഹസ്യം സൃഷ്ടിച്ചേക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പരീക്ഷിക്കണമെന്ന് വിചാരിച്ച് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് വല്ലാതെ വയറ് വേദനിക്കുന്നു, പെണ്ണെ നീ പോയി അല്പം വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിന് ആദ്യ ദിവസമാണ്. ആദ്യ ദിവസം തന്നെ പെണ്ണും എല്ലാം അടുക്കളയിൽ ചെന്ന് തന്റെ ഭർത്താവിനാണ് പ്രിയതമന് ഈ രോഗമാണ്, എന്താ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി സഹോദരി പെട്ടെന്ന് അകത്ത് പോയി അല്പം വെള്ളം കൊണ്ടുവന്നു. വെള്ളം കൊണ്ടുവന്നവർക്ക് ഇദ്ദേഹം മെല്ലെ ഒരു കോഴിമുട്ട എടുത്ത് അദ്ദേഹത്തിന്റെ അരയിൽ മെല്ലെ ചുരുട്ടി വെച്ചു. അപ്പൊ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ വലിയൊരു സമാധാനം വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെല്ലെ വയറൊന്ന് ഊഞ്ഞു മെല്ലെ ഒരു കോഴിമുട്ടം കൊടുത്തു. അരയിൽ നേരത്തെ സൂക്ഷിച്ചു വെച്ച കോഴിമുട്ടം കൊടുത്തു. പെണ്ണ് കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ട്, പടച്ചോനെ, എന്റെ ഭർത്താവിനിതാ വയറുവേദനയായിരുന്നു, വെള്ളം കുടിക്കുന്നു, കഴിയുമ്പോഴേക്ക് ഒരു കോഴിമുട്ടതാ ഇങ്ങോട്ട് വയറ്റിനുള്ളിലേക്ക് കിട്ടുന്നു, വല്ലാത്ത അത്ഭുതം തന്നെ. ഭർത്താവ് പറഞ്ഞു, പെണ്ണെ നീ ആരോടും പറയരുത്, ഈ വിഷയം നീ ആരോടും പറയരുത് കേട്ടോ, നേരം വെളുക്കുന്നവരെ ഒരാളും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. നേരം വെളുത്ത് ഈ പെണ്ണിനത് മനസ്സിൽ നിൽക്കുന്നില്ല, ആരോടെങ്കിലും ഒന്ന് പറയണം, പറയാൻ പാടില്ലല്ലോ, ഭർത്താവ് പറഞ്ഞതല്ലേ. ഏതായിരുന്നാലും ഇങ്ങനെ സഹിച്ച് അവസാനം ഇവളും എല്ലാം കിണറ്റിൻ കരയിലേക്ക് പോയി. കിണറ്റിൽ കരയിൽ ചെന്നവത്ത് അടുത്ത വീട്ടിലെ പാത്തുത്താത്ത ഇങ്ങനെ വരുന്നു. ആ പാത്തുത്താത്തനോട് മെല്ലെ പറഞ്ഞു, അതേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ പറയരുത് എന്ന് എന്റെ ഭർത്താവ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയൂല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പാത്തുത്താത്തൻ മറുപടി, നാലിങ്ങി വേണം എന്ന് പറയും, ഞാൻ ഒന്ന് കേൾക്കട്ടെ, ഒന്ന് പറയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവസാനം പറഞ്ഞു, എന്റെ ഭർത്താവിന് ഇങ്ങനെ അസുഖമുണ്ട്, ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് സഹോദരി പോകുന്നത്. കാരണം ആരോട് പറഞ്ഞിട്ടില്ലല്ലോ, ആരും കേട്ടിട്ടില്ല. ഈ സഹോദരി നേരെ അത് കഴിഞ്ഞ് പോയത് പുഴക്കടവിലേക്കാണ്. അവിടുന്ന് ഇത് കൊടുത്തു, രഹസ്യം അവിടെ കൊടുത്തു, ആരോടും പറയില്ല, ഞാൻ എടീ പെണ്ണെ ഞാൻ എന്നോട് പറഞ്ഞ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തു. ഇങ്ങനെ ഏകദേശം അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം വൈകുന്നേര സമയത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോ അങ്ങാടിയിൽ ബെഞ്ചിലിരുന്ന ഒരാൾ പറഞ്ഞു, എന്നാലും ഇത്രയും വലിയ അസുഖങ്ങൾക്കുള്ള ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്തസുഖം? അല്ല, നിങ്ങൾക്ക് ഈ കോഴിമുട്ട വരുന്ന സംഭവം ഇതുവരെ നമ്മളാരും അറിഞ്ഞില്ലേ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആരാ പറഞ്ഞ? അങ്ങാടിയിൽ നിന്നാണ് ഈ സംഭവം അറിയുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്റെ കോഴിമുട്ട വരിക? അതെ, ഞങ്ങൾ അറിഞ്ഞ്. എങ്ങനെ അറിഞ്ഞു? ചോദിച്ചു ഒന്ന് നോക്കുന്ന സമയത്ത് ആ നാട്ടിൽ ഇതറിയാത്ത ഒരൊറ്റ മഹ്ലൂക്കുമില്ലായിരുന്നു എന്നാ. എല്ലാ ആളുകളും ഈ രഹസ്യം അറിഞ്ഞിരുന്നു. അപ്പൊ അത്രയും നിസ്സാരമാക്കിയ വിഷയം വരെ ഈ അങ്ങാടിപ്പട്ടാകുന്ന സ്ഥലം ഈ കിണറ്റിൻകരയിലും പുഴയിലും തൊട്ടിലൊക്കെ ആണെന്ന് തന്നെ പറഞ്ഞൊരു ഉദ്ദേശം. അപ്പൊ ഈ സമയത്തൊക്കെ വേണ്ടിയാണ് ആളുകൾ കൂടുതൽ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വീട്ടിൽ കുളിക്കാനുള്ള കുളിപ്പര ഉണ്ടെങ്കിൽ ആ സഹോദരിമാരെ പൊതു കുളിപ്പരയിലേക്ക് പറഞ്ഞേക്കരുത്, അത് പറഞ്ഞേക്കാതിരിക്കലാണ് വേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിക്കാനുള്ള കാരണം തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, വീട്ടിൽ സൗകര്യമുണ്ടെങ്കിൽ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ വീട്ടിലൊരു കുളിപ്പര അത്യാവശ്യമാണ്. കാരണം ആ വീട്ടിൽ അതില്ലെങ്കിലാണ് മറ്റുള്ള സ്ഥലത്തേക്ക് പോവുക. അത്യാവശ്യമായി നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുളിപ്പര നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അഷാബി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കുളിപ്പരയിൽ പ്രവേശിക്കുന്നത് വിലക്കിയിരുന്നു. കുളിപ്പരയിൽ പെണ്ണുങ്ങൾ കിടക്കരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് പുരുഷന്മാർ ഒരു അരയെടുപ്പ് ധരിച്ചുകൊണ്ട് അതിൽ പ്രവേശിക്കാൻ വേണ്ടി ഇളവ് അനുവദിച്ചു കൊടുത്തിരുന്നു. ആദ്യം അങ്ങനെ വേണ്ട, അങ്ങനെ സ്വന്തമായിട്ട് കുളിപ്പര വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പറഞ്ഞത് ഔറത്ത് മറക്കാതെ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് എന്നാണ്. അപ്പൊ ഔറത്ത് മറക്കാതെ ഒരു അരയെടുപ്പെങ്കിലും എടുക്കാതെ ഒരൊറ്റ ആളും കുളിപ്പരയായി കിടക്കാൻ പാടില്ല. അതായിരുന്നു അന്ന് വിളിക്കേണ്ട കാരണം. പിന്നീട് പറഞ്ഞു, നിങ്ങൾ വെച്ചിട്ട് കുളിപ്പരക്കരുത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ആരും കാണുകയില്ല, ഒരാളും അറിയയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മൾ കുളിപ്പര വെച്ച് വസ്ത്രം മുഴുവനായി അയക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു അരയെടുപ്പെങ്കിലും ധരിക്കാതെ നിങ്ങൾ ഒരിക്കലും കുളിപ്പരയിലേക്ക് കയറാൻ പാടില്ലാണ്. പുരുഷന്മാരും സ്ത്രീകളൊക്കെ ശരിക്കും നഗ്നത മറക്കുന്ന അരയെടുപ്പെങ്കിലും ധരിക്കാതെ കുളിപ്പരയിൽ പ്രവേശിക്കാൻ പാടില്ല. അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ ഭാര്യമാരെ കുളിപ്പരയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് ഹദീസിൽ കാണാം. അത് ഭാര്യമാര് ഭർത്താവുള്ള സമയത്ത് ഭാര്യമാര് പോകണ്ട എന്നും അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഈ രൂപത്തിൽ അവർക്ക് മറക്കാതുള്ളത് കയറേണ്ട, അങ്ങനെ പല അർത്ഥങ്ങളും അതിനുണ്ട്. ഏതായിരുന്നാലും
ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഔറത്ത് മറക്കാതെ ഒരിക്കലും കയറാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിദേശ രാജ്യങ്ങൾ പലതും നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് ചില വീടുകൾ കാണാം, കുളിമുറികൾ എന്നാണ് ഇവിടെ പേരുണ്ടാവുക. പുരുഷന്മാർ അരടുപ്പ് ധരിക്കാതെ പ്രവേശിക്കാൻ പാടില്ല. രോഗികളോ പ്രസവിച്ചു കിടക്കുന്നവളോ ആയവരല്ലാത്ത സ്ത്രീകളെ നിങ്ങളത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കണം. കാരണം ഈ പറഞ്ഞത് എവിടെയാണ്? മഹാന്മാർ പഠിപ്പിക്കുന്നു, വഴിയോരങ്ങളിലും പട്ടണങ്ങളിലുമുള്ള പൊതു കുളിപ്പരയുടെ വിധിയാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ പൊതു കുളിപ്പരയിൽ സഹോദരിമാരെ നിങ്ങൾ കടത്തണ്ട, ഉള്ളിലേക്ക് നിങ്ങൾ സഹോദരിമാരെ വിടണ്ട. പൊതു കുളിപ്പരയിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ സഹോദരിമാരെ പറഞ്ഞേക്കരുത്. ഇന്നത്തെ കാലഘട്ടം നമുക്കത് ശരിക്കും യോജിച്ച ഹദീസാണ്. ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നു. ഒരു ടെക്സ്റ്റൈൽസ് എന്നുകൊണ്ട് വസ്ത്രം മാറുന്ന സഹോദരിമാരുടെ നഗ്ന ഫോട്ടോകൾ മൊബൈൽ പകർത്തുന്ന ചെറുപ്പക്കാർ, അതേപോലെ തന്നെ ഹോട്ടലുകളും മറ്റും ബാത്റൂമുകളിൽ വെച്ച് ആരും അറിയാതെ ക്യാമറ പിടിപ്പിക്കുന്ന വിരുദ്ധന്മാർ, ഇതൊക്കെ നമ്മൾ നിത്യേന കാണുന്ന കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി തന്നെ പറഞ്ഞു, നിങ്ങൾ പൊതുവായിരിക്കുന്ന സ്ഥലങ്ങളിലെ മൂത്രപ്പുരകളിലോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിലോ നിങ്ങൾ രോഗികളോ അല്ലെങ്കിൽ പ്രസവിച്ചെടുക്കുന്നവളോ അവരല്ലാത്ത ആളുകളെ കടത്താൻ പാടില്ല എന്ന് പറയാൻ കാരണം, അവർക്ക് അത്യാവശ്യമായി കടക്കേണ്ടി വരികയാണെങ്കിൽ, രോഗികളാണെങ്കിൽ അവർക്ക് അത്യാവശ്യമായി ചിലപ്പോൾ പോകേണ്ടി വരും, അവരെ നിങ്ങൾക്ക് കടത്താം. അല്ലാത്ത ആളുകളൊന്നും അതിലേക്ക് പോകണ്ട, അവരെ കേൾക്കേണ്ടത്. ഇതൊക്കെ മുൻകൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുളിപ്പരയിലേക്ക് നമ്മൾ കയറുമ്പോ നമ്മൾ ഏത് ചെയ്യണം? വലതുകാലാണോ ഇടതുകാലാണോ മുന്തിക്കേണ്ടത്? അവിടെ സംശയിക്കാനൊന്നുമില്ല, ഇടതുകാലം മുന്തിച്ച് തന്നെ കയറേണ്ടത്. കുളിപ്പരയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഇടതുകാല് മുന്തിച്ചാണ് അങ്ങോട്ട് കയറേണ്ടത്. അവിടെ ദിക്റുകൾ, കുറെ ദിക്റുകൾ ചെല്ലാറുണ്ട്. ആ ദിക്റുകളൊക്കെ നമുക്ക് ചെല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനൽ റിജ്സിൻ നജിസിൽ ഖബീസിൽ മുഖബ്ബത്തി ശൈത്താനിർ റജീം എന്ന് പറഞ്ഞൊരു ദിക്റുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഊദു ബില്ലാഹി മിനൽ റിജ്സി അൻ-നജിസി അൽ-ഖബീസി അൽ-മുഖബ്ബസി അശ്-ശൈത്താനിർ റജീം എന്ന് പറഞ്ഞ ഒരു ദിക്റ്. കാരണം അല്ലാഹു കാരുണ്യവാനും ഇത് പഴയതുള്ളതാണ്, അങ്ങനത്തെ വെക്കരുത്. ശരി, കരുണാകരനും കരുണാനിധി എന്ന് പറഞ്ഞ അർത്ഥം വെക്കരുത്. ശരിക്കും അതിന്റെ അർത്ഥം അങ്ങനൊന്നുമല്ല. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് വൈപ്പെട്ടവനും വൈപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന അള്ളയാണ്. റഹീം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വെച്ച് വൈപ്പെട്ടവന് നാളെ ആഖിറത്തിൽ വെച്ച് ഗുണം ചെയ്യുന്ന അള്ളാഹ് എന്നൊക്കെയാണ് പൂർണ്ണമായിട്ട് അതിന് അർത്ഥമുള്ളത്. പക്ഷെ എളുപ്പത്തിന് വേണ്ടി ആളുകൾ കരുണാനിധിയും കരുണാകരനൊക്കെ പറയും. ഞാൻ ഉസ്താദ് പഴയ കാലത്ത് പറഞ്ഞിരുന്നു, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കേരള മുഖ്യമന്ത്രിയാണ്, കരുണാനിധി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. ഇവർ രണ്ടാളും പേരോടൊന്നും പറയണ്ട, കാരണം അങ്ങനെ പറയാൻ അനുവദിക്കില്ലായിരുന്നു. എന്തായിരുന്നാലും നമ്മള് കിതാബിലൊക്കെ കാണിങ്ങനെ സാധാരണ കിതാബിലൊക്കെ ചിലപ്പോൾ മലയാളീകരിച്ച് കഴിയുന്ന ആളുകൾ എഴുതിയായിട്ട് കാണാം, പരമകാരുണികനും കരുണാനിധിയും ഒക്കെ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. എന്താവട്ടെ, ഏതായിരുന്നാലും ബിസ്മി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പറയണം, എന്താ? ചീത്തയായ മാലിന്യവും നജിസുമായ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവലത്തോടുന്നു എന്നുള്ള ദിക്റ്. കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരില്ലേ, അവരുടെ നാമത്തിന് അങ്ങനെ വേണ്ട. അപ്പൊ ഈ ദിക്റ് ചൊല്ലിക്കൊണ്ട് ബിസ്മി ചൊല്ലി ഈ ദിക്റും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറേണ്ടത്. കയറി കഴിഞ്ഞിട്ടല്ലത് വേണ്ടത്, കയറി കഴിഞ്ഞിട്ടല്ല വേണ്ടത്. പിന്നെയോ കയറുന്നതിന് മുമ്പ് ചൊല്ലിക്കഴിഞ്ഞിട്ടേ കയറാവൂ. ചില ആളുകൾ മനസ്സിലാക്കി മലമൂത്ര വിസർജനമൊക്കെ നമ്മൾ ഇടതുകാലം മുതിച്ച് കയറണം, അവിടെ ദിക്റ് ചെല്ലണം എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞിട്ടാണ്. അല്ല, കയറി കഴിഞ്ഞിട്ടല്ല ചെല്ലേണ്ടത്, കയറുന്നതിന് മുമ്പ് അവിടെ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറേണ്ടത്. അപ്പം ഈ മലമൂത്ര വിസർജനത്തിലുള്ള സ്ഥലങ്ങളിൽ അത് എത്തിയിട്ടല്ല ചെല്ലേണ്ടത്, അത് അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ദിക്റ് ചൊല്ലിക്കൊണ്ട് നമ്മൾ കയറുക. അല്ലാതെ ആ നിശ്ചിത സ്ഥലത്ത് വെച്ച് നമ്മൾ അതൊന്നും ചെല്ലാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു ഇബ്ലീസിനെ ശപിച്ചു ഭൂമിയിലേക്ക് തള്ളിയപ്പോ അവൻ പറഞ്ഞു, ഇബ്ലീസ് പറഞ്ഞു, എന്റെ റബ്ബേ, എന്നെ ഈ ഭൂമിയിലേക്ക് നീ തള്ളി എന്നെ ശപിക്കപ്പെട്ടവനാക്കി, എന്നാൽ എനിക്ക് അവിടെ ഒരു ചെറിയൊരു വീട്, എനിക്ക് താമസിക്കാനുള്ളൊരു വീട് നീ തയ്യാറാക്കി തരണം എന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞു എന്ന് കിതാബിൽ കാണാം. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ താമസിക്കാനുള്ള വീട് തയ്യാറാക്കി കൊടുത്തു. ആ വീടാണ് കുളിപ്പര. താമസം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന. അപ്പൊ പിശാച് ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ പിശാചിന്റെ താമസ സ്ഥലമാണ് കുളിപ്പര എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ കൂടുതൽ നഗ്നമായി നമ്മൾ ഇരിക്കരുത്, നിൽക്കരുത്. കൈന്നും അവിടുത്തെ മറച്ചുകൊണ്ട് തന്നെ നമ്മൾ ആരോടൊപ്പെങ്കിലും ധരിച്ചുകൊണ്ട് നമ്മൾ കുളിക്കുക. കുളി കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഇറങ്ങിപ്പോരുക. അതുപോലെ മലമൂത്ര വിസർജനം പോയാലും കുറേ സമയം അവിടെ ഇരുന്ന്, സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ മലമൂത്ര വിസർജനത്തിന് പോയാൽ അവിടെ കാത്തു നിൽക്കുന്നതിന് കാത്തു നിൽക്കലേ ഉണ്ടാവുകയുള്ളൂ.
അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, കുറേ സമയം ഇരിക്കാനും പാടില്ല. ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങിപ്പോരുകയാണ് വേണ്ടത്. കുറേ സമയം ഇരിക്കുന്ന സ്വഭാവം ഒരിക്കലും ശരിയല്ല. കാരണം അത് ഇബ്ലീസിന്റെ പാർപ്പിടമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്ത സ്ഥലമാണ്. നിഹ്യയിലുണ്ട്, അസ്സാലിമാ മുക്കാരൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ്. ഒരു മൂളിപ്പാട്ട് പാടാതെ ചില ആളുകൾക്ക് മലമൂത്രവിസർജനം നടക്കുകയില്ല. അതേസമയത്ത് ചില ആൾക്ക് മറ്റൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. മലമൂത്ര വിസർജനം മൂത്രമൊഴിക്കണമെങ്കിലോ കാഷ്ടിക്കണമെങ്കിലോ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയോ? വെറുതെ ഒരു ചൂട്ട് കത്തിച്ച് വെക്കണം. ചൂട്ട് കത്തിച്ച് ചുണ്ടത്ത് വെക്കുക. ആ സാധനം കത്തിച്ച് 2 പുക അങ്ങോട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശീലിച്ചതുകൊണ്ടാണ്. അത് ഒന്ന് കത്തിച്ചുണ്ടച്ച് വെച്ച് 2 വലി വലിച്ചു കഴിഞ്ഞാൽ മറ്റവൻ അങ്ങനെ പോയിക്കോളും, അല്ലേ പോകൂല. അങ്ങനെ പോകാത്തതുകൊണ്ടാണോ? അല്ല, അതങ്ങനെ ശീലമാക്കി മാറ്റിയതാണ്. ചില ആൾക്ക് അങ്ങനെ ശീലമാണ്. ചില ആൾക്ക് രാവിലെ തന്നെ എണീറ്റുടനെ ബ്രഷും പേസ്റ്റൊന്നും വേണ്ട, ആദ്യം വേണ്ടത് ആ സിസറോ അല്ലെങ്കിൽ വീഡിയോ അതൊക്കെ എടുത്തൊന്ന് കത്തിച്ച് ചുണ്ടത്ത് വെക്കല. അവർക്ക് ആദ്യം വേണ്ട അതാണ്. അത് കത്തിച്ച് ചുണ്ടച്ച് വെച്ച് അതിനുശേഷം വേണ്ട കാപ്പിയും കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് ആ ബ്രഷൊക്കെ എടുത്ത് പോയാൽ പിന്നെ ബ്രഷിന്റെ ആവശ്യമൊന്നുമില്ല. ഏകദേശം ഉള്ളതൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഈ രൂപത്തിലാണ് പല ആളുകളും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട സ്വഭാവങ്ങളാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. ഇതൊക്കെ ഒഴിവാക്കി ജീവിക്കുകയാണ് നമ്മൾ എപ്പോഴും വേണ്ടത്. കഴിഞ്ഞ പരമാവധി ഈ ഒരു സ്വഭാവം നമ്മൾ കൊണ്ടെടുക്കരുത്. ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ താഴോട്ട് പോകുള്ളൂ എന്ന ഒരു ചിന്ത നമ്മൾ മുൻകൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. ഒരു ദിവസം നമ്മൾ വലിക്കുന്ന സിസർ സുബ്ഹാനല്ലാഹ് നമ്മൾ കണക്കൂട്ടി നോക്കിയാൽ എത്ര രൂപ ഉണ്ടാവും. നമ്മൾ ഒറ്റ ദിവസം കണക്കൂട്ടിയാൽ മതി. ഞാനിതിനു മുമ്പ് ഒരു ദിവസം ഒരു ലേഖനം എഴുതി, ഒരു ഉപന്യാസം എഴുതിയിരുന്നു. മുമ്പൊരു ഉപന്യാസം എഴുതി. അത് എഴുതി നോക്കുന്ന സുബ്ഹാനല്ലാഹ് അത് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. കാരണം ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് ഈ രൂപത്തെ തള്ളി വലിച്ചു കൂട്ടുന്ന അതിന്റെ പണമുണ്ടെങ്കിൽ അവൻ നല്ലൊരു വീടും പറമ്പും വാങ്ങാൻ മാത്രം പണം അവന് ചെലവഴിക്കുന്നുണ്ട്. ഇന്ന് അവൻ എത്രയാണ് അതിന്റെ പൈസ എന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് ഉറുപ്പിക എനിക്കറിയാം. ഇന്ന് ഒരു സിസറിന്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സിസറിന്റെ വില എത്രയാണെന്ന് എനിക്കറിയില്ല. 4-5 ഒക്കെ വേണ്ടി വന്ന ഞാൻ മനസ്സിലാക്കുന്നത്. സിസർ തന്നെ പല രൂപങ്ങളുണ്ട്. നേക്ക് പഞ്ഞുള്ള സൈസും പഞ്ഞില്ലാത്ത സൈസും അങ്ങനെയൊക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നത്. പഞ്ഞുള്ള സൈസ് അതിന്റെ ഫിൽറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ വിൽസ് എന്നൊക്കെ പറയും. പഞ്ഞില്ലാത്ത സാധാ സിസർ അല്ലെ? ഈ രൂപത്തിൽ ഇന്ന് അതിനെത്ര വില എന്നറിയില്ല. നാട്ടിൽ ഭരിക്കുന്ന കുറെ ആളുകളുടെ വലിയന്മാരോട് ചോദിച്ചാൽ അറിയാം എത്ര അതിന് വിലയാന്നുള്ളത്. ഏതായിരുന്നാലും ഈ രൂപത്തിൽ നമ്മൾ ദിവസം ഒരുപാട് വാങ്ങി വലിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. എത്ര പൈസ ചെലവാക്കുന്നറിയോ? മൂട്ടുപഞ്ഞുള്ള സൈസ് അതിനെ വിൽസ് എന്ന് പറയും, അതുപോലെ വേറെന്തോ ഒരു ഫിൽറ്റർ എന്നൊക്കെ പറയും. ഏതായിരുന്നാലും ഇതൊക്കെ വല്ലാതെ വലിച്ചുകൂട്ടി തള്ളിയിട്ടുള്ള ശരീരം കേടുവരുത്തുന്ന ആളുകൾ. പക്ഷെ അങ്ങനത്തെ ആളുകൾക്ക് 1-2 പുക എടുത്തെങ്കിലേ മലമൂത്ര വിസർജന പോകാൻ കഴിയുള്ളൂ. എന്നാൽ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അവിടെ കൂടുതൽ നമുക്ക് ശ്വസിക്കാൻ അല്ലെങ്കിൽ അതുപോലെ വലിച്ചു കൂട്ടാനുള്ള സ്ഥലമല്ല. പെട്ടെന്ന് കാര്യം കഴിയുക, പെട്ടെന്ന് എണീറ്റ് പോരുക. കുറെ സമയം ഇവിടെ ഇരിക്കാൻ പാടില്ല. കാരണം അത് പിശാചിന്റെ താമസ സ്ഥലമാണ്. ഇശാ മഗ്‌രിബിനിടയിൽ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. മനസ്സിലാക്കി വെച്ചോ. ഇശാ മഗ്‌രിബിനിടയിലും അതുപോലെ സൂര്യൻ അസ്തമയത്തോടടുത്ത സമയത്തും കുളിപ്പരയിൽ പ്രവേശിക്കുന്നത് കറാഹത്താണ്. പിശാചുക്കൾ സഞ്ചരിക്കുന്ന സമയമാണത്. അത്യാവശ്യമുണ്ട് ആ സമയത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകാൻ പാടില്ല. അപ്പം ബാങ്ക് കൊടുക്കുന്ന മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന അല്പം മുമ്പ് മുതൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ഇശാ ബാങ്ക് കൊടുക്കുന്ന വരെയുള്ള സമയം, ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ പരമാവധി മലമൂത്ര വിസർജനത്തിന് വേണ്ടി നമ്മൾ പോകാതിരിക്കലാണ് വേണ്ടത്. അങ്ങനെ പോകൽ കറാഹത്താണ്. ഇഹ്യ 1-ാം വാല്യം 145-ാം പേജിലും ഷർവാനിയുടെ 1-ാം വാല്യം 285-ാമത്തെ പേജിലും ഈ വിഷയം പറയുന്നുണ്ട്. അവിടെ നോക്കിയാൽ അവിടെ കാണാം. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പരമാവധി ആ സമയത്തുള്ള മലമൂത്ര വിസർജനം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുളിമുറയിൽ പ്രവേശിക്കുന്നതും പുറത്ത് കടക്കുന്നതും സാവകാശമായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുളിമുറയിൽ അധിക സമയം ചെലവഴിച്ചാൽ അവനുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ. കാരണം ഒന്ന്, അവന് ബോധക്ഷയം സംഭവിക്കാം, ദേഹാസ്വസ്ഥങ്ങൾ സംഭവിക്കാം, അതുപോലെ അവന് ഒരുപാട് വരൾച്ച, അവന്റെ നാവ് കുഴഞ്ഞു പോകുക, അതുപോലെ അവന് രക്തം കുറഞ്ഞു പോകുക, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഇങ്ങനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധാരാളം വെള്ളം ഉപയോഗിച്ച് അവിടെ നമ്മൾ വൃത്തിയാക്കാൻ ശ്രമിക്കണം. കുറെ വൃത്തിഹീനമായിട്ട് പോരാൻ പാടില്ല.
ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുന്നത് ധാരാളത്തൊന്നല്ല, അങ്ങനെ ഉപയോഗിക്കാം. നല്ല വെള്ളം ഉപയോഗിച്ച് നല്ല പോലെ ക്ലോസറ്റിലൊക്കെ നല്ല വെള്ളം ഉപയോഗിക്കണം. അവിടെ ആ വാസന പോലും പുറമേക്ക് വരാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ദൂർത്തായിട്ട് കൂട്ടുന്നതല്ല. ചിലപ്പോൾ ചില ആളുകൾ കുറെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ട് മലമൂത്ര വിസർജനം നടന്ന അവിടെ ക്ലോസറ്റിൽ വെള്ളം ഒഴിക്കാതെ പോന്നാൽ അതൊരുപാട് രോഗങ്ങൾ എത്തിയാക്കണം. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ വെല്ലൂര് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ വെല്ലൂരിൽ അവിടെ ബാത്റൂം കുറേയുണ്ട്. പക്ഷെ ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ മലയാളികളായ ആളുകൾക്കുള്ള ജോലി തന്നെ ആദ്യം ചെന്ന് ബാത്റൂം കഴുകുക എന്നുള്ളതാണ്. കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെയുള്ള ആളുകൾ കുറെ ആന്ധ്രക്കാര്, തമിഴ്നാട്ടുകാര്, അതിൽ കർണാടകക്കാർ തുടങ്ങിയ ഒരുപാട് അന്യ സംസ്ഥാനത്ത് നിന്ന് ഒന്നും ഒരു വിവരവുമില്ലാത്ത കുറെ ആളുകൾ പഠിക്കുന്നുണ്ട്. അവർ വലിയ വലിയ മൊല്ലമാർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും അവിടെ വൃത്തി വല്ലാതെ കേരളക്കാരെ അപേക്ഷിച്ച് നോക്കിയാൽ വല്ലാതെ പ്രശ്നമാണ്. അപ്പൊ അവരതൊന്നും ചെയ്യൂല. പിന്നെ നമ്മൾക്ക് അത് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ സാധാരണ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ പോയിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഗതികേട് മറ്റൊരാൾക്ക് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ കഴിവിന്റെ പരമാവധി നല്ല പോലെ വൃത്തിയാക്കുക. നമ്മൾ സ്വയം ശരീരം വൃത്തിയാക്കുന്നതോടുകൂടി തന്നെ മലമൂത്ര വിസർജനം നടത്തിയ ആ കുളി റൂമും ആ റൂമുകളൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ മകയൂഷാന്റെ ഇടയിലുള്ള സമയത്ത് നമ്മൾ മലമൂത്ര വിസർജനം പോകാതിരിക്കുക. അതിന് മാരി വാങ്ങി കൊടുക്കുന്നതിന് അല്പം മുമ്പ് നമ്മൾ പോകാതിരിക്കുക. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോകാം. അങ്ങനെ പോകൽ തന്നെ കറാഹത്താണ് എന്ന വിഷയം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ വിഷയം തിബ്ബിൻ നബവി എന്ന കിതാബിൽ ആ വിഷയം വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ നഗ്നത മറച്ചുകൊണ്ടേ കുളിമുറിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ടിന്റെ ഹദീസ് കാണാം. സൂദാതങ്ങൾ പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നഗ്നത മറക്കാതെ കുളിമുറിയിൽ പ്രവേശിക്കാൻ പാടില്ല. നസായിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അതേപോലെ തന്നെ ഗസാലിമാൻ പറഞ്ഞ ഹിയയിലും കാണാം. അതേപോലെ അരയുടുപ്പില്ലാതെ പുരുഷന്മാർ കുളിമുറിയിൽ പ്രവേശിക്കുന്നത് ഹറാമാണെന്നാണ് പ്രബലമായ അഭിപ്രായം. അപ്പൊ അരയുടുപ്പില്ലാതെ പുരുഷന്മാർ കുളിമുറിയിൽ പ്രവേശിക്കുന്നത് ഹറാമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. പുരുഷന്മാർ തന്നെ അരയുടുപ്പ് കാണുന്ന എന്നാ പിന്നെ സ്ത്രീകളെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് ഈ 145 പേജിലും കാണാം. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി മഹാന്മാരായ ആളുകൾ നമുക്കിതുപോലത്തെ ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മലമൂത്ര വിസർജനം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്താൽ അതുകൊണ്ട് ഒരുപാട് ഫായിദ, ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ടാകും. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നല്ലതെപ്പോഴും മനസ്സിലാക്കി ജീവിക്കാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇവിടെ വാങ്ക് വിളിക്കാൻ സമയമായതുകൊണ്ട് തൽക്കാലം മൈക്കിൽ വിടവാകുന്നു. ഇൻഷാ അല്ലാഹ് അല്പസമയം കഴിഞ്ഞിട്ട്, ഇപ്പൊ ആരെങ്കിലും മൈക്കിൽ തുടർന്നോട്ടെ, അല്പസമയം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് സൂറത്തിലൂടെ എന്ന് പറഞ്ഞ് മുമ്പ് കാലത്ത് നമ്മൾ തുടങ്ങിയ ആ വിഷയം അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് ഇനി 33-ാമത്തെ സൂറത്ത് മുതലുള്ള ഭാഗങ്ങൾ ഓരോ സൂറത്തിലുള്ള പ്രത്യേകതകൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം മൈക്കിൽ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.